ചാറ്റ് ജി പി ടി പോലുള്ള എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ഓപ്പൺ എ ഐ പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ഷെയർ ചെയ്യേണ്ടി വരുന്നതും അവർ ആ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതുമാണ്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു മാർഗം ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള മോഡലുകൾ നമ്മൾ തന്നെ ഹോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ അടുത്ത് അത്ര വലിയ സെർവറുകളോ അല്ലെങ്കിൽ ടെക്നിക്കലി അത്ര കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ആളുകളൊന്നും ആയിരിക്കില്ല പലരും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജാൻ എ ഐ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ലോക്കലായിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള LLM അല്ലെങ്കിൽ എ ഐ ടൂള് റൺ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ JAN.ai എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ പോവുക. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിനനുസരിച്ച് ഞാൻ മാക്കാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ മാക്കിലുള്ളത് ഡൗൺലോഡ് ചെയ്യുന്നു. വിൻഡോസിനും ലിനക്സിനും ഒക്കെ ഉള്ള സംഭവങ്ങളിലൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹബ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓപ്പൺ സോഴ്സ് മോഡൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ 2.3 GB, അതായത് ഈ മോഡലുകളുടെ സൈസാണ് ഇവർ പറയുന്നത്. ഒരുപാട് മോഡലുകൾ ഉണ്ട്. ഇപ്പോൾ ഇത് ഫേസ്ബുക്കിൻ്റെ ഓപ്പൺ സോഴ്സ് മോഡലാണ്, ഇത് ജെമ്മ എന്ന് പറയുന്ന വേറെ മോഡലാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ റാമും പ്രോസസ്സറൊക്കെ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു 8 GB റാമൊക്കെ ഉണ്ടെങ്കിൽ 2.3 GB അതിൽ താഴെയുള്ള ഒരു മോഡലൊക്കെ നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് മിസ്ട്രാൽ എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ മിസ്ട്രാൽ എന്ന് പറഞ്ഞ മോഡൽ വെച്ചിട്ട് ഞാൻ ഒരു സംഭവം ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്? ഇത് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്ത മിസ്ട്രാൽ എന്ന് പറയുന്ന ഈ LLM റണ്ണ് ചെയ്ത് ആ LLM വെച്ചിട്ട് ഈ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് ഈ ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഈ സംഭവം റൺ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണം നിർബന്ധമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു മെച്ചം. ഇനി നിങ്ങൾക്ക് ഓപ്പൺ എ ഐ പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണമെങ്കിലും നിങ്ങൾ ഇനി ചാറ്റ് ജി പി ടിക്ക് അതോട്ട് പോകണ്ട. ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ ഓപ്പൺ എ ഐ പോലുള്ള മോഡലുകൾ, അതായത് ഓപ്പൺ എ ഐയുടെയും ആന്ത്രോപ്പിക് പോലുള്ള ഒരുപാട് പ്രൊവൈഡേഴ്സിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളിത് യൂസ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റീവ് ഡേറ്റ, അതായത് നിങ്ങളുടെ കമ്പനി ഡേറ്റ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ ആവാം, അങ്ങനത്തെ ഡേറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൊണ്ട് അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ അസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇമെയിൽ റൈറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് എൻ്റെ കമ്പനിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യത്തിനായിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തൊരു ഇമെയിൽ റൈറ്ററാണ്. ഇതും വേറൊരു ഇമെയിൽ റൈറ്ററാണ്, അത് വേറൊരു ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അസിസ്റ്റൻറ്റിനെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ടീം മെമ്പർക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാനുള്ളൊരു ഇമെയിലാണെന്ന് വെച്ചോ. ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് എന്ന് പറയുന്നൊരു സംഭവം. ഇനി ഇവിടെ നമ്മൾ എന്താണ് ഇപ്പോൾ എന്ന് പറയുക. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ, ദിസ് അസിസ്റ്റന്റ് ഷുഡ് ഗെറ്റ് മീ എ ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് ഇങ്ങനെ കൊടുക്കുക. ഇനി ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് നമുക്കിത് എങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ ജോക്കാണോ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവമാണോ, ഫ്രണ്ട്ലി ആയിട്ടുള്ള അങ്ങനത്തെ സംഭവത്തിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധനം ചെയ്യാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് അടിക്കുക. മേക്ക് ഇറ്റ് ഫ്രണ്ട്ലി നമുക്ക് തൽക്കാലത്തേക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ലെങ്തി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. മേക്ക് ഇറ്റ് ഫ്രണ്ട്ലി. ഓക്കെ, ഇനി ഞാൻ ഈ ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് എന്ന് പറയുന്നൊരു സംഭവം ഓപ്പൺ ചെയ്യണം. സോ ഇതിൻ്റെ അത് ഞാൻ ചോദിക്കുകയാണ്, ഗെറ്റ് മീ എ ബർത്ത്ഡേ മെസ്സേജ് ഫോർ ലെറ്റ്സ് സേ പിണറായി വിജയൻ. സോ ഇതാണ് ആ എ ഐ മോഡൽ ജനറേറ്റ് ചെയ്ത് തന്ന മെസ്സേജ്. ഹാപ്പി ബർത്ത്ഡേ പിണറായി വിജയൻ
ഓൺ ദി സ്പെഷ്യൽ ഡേ. അതായത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. അതെ, പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അദ്ദേഹത്തിന് നമുക്ക് പറയാൻ പറ്റുന്നൊരു മെസ്സേജാണ് ജനറേറ്റ് ചെയ്ത് തന്നത്. ഇപ്പം നമ്മൾ ആളുടെ പേരും മറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സംഭവം കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ട്രാവൽ പ്ലാനിങ്ങിനും അങ്ങനെ പല പല സംഭവത്തിനും നമുക്കിങ്ങനെ അസിസ്റ്റൻസിന് ഉണ്ടാക്കാം. അപ്പോൾ ഈ ട്രാവൽ പ്ലാനിങ് അസിസ്റ്റന്റ് ആണെങ്കിൽ ട്രാവൽ പ്ലാനിങ് അസിസ്റ്റന്റിന് നിർദ്ദേശങ്ങൾ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ടൂൾ കോളിംഗ് ഒക്കെ വഴി നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ട്രാവൽ പ്ലാൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അതുവഴി നമ്മളുടെ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അവർ ട്രാവൽ പ്ലാൻ ചെയ്ത് തരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ജാനയെ എന്ന് പറയുന്നൊരു ടൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് ഓപ്പൺ സോഴ്സ് ആണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. 2, നിങ്ങൾക്ക് ഇവരുടെ തന്നെ ഓപ്പൺ സോഴ്സ് മോഡൽ നിങ്ങൾ സിസ്റ്റത്തിൽ റൺ ചെയ്യാം. ഒരുപാട് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. 3-ാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇത് AI അസിസ്റ്റൻസ് ബിൽഡ് ചെയ്യാം. നിങ്ങളുടെ ഓരോ സ്പെസിഫിക് ടാസ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള AI അസിസ്റ്റൻസ് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.